ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. സ്വർഗം തുറക്കപ്പെടുക, അതാണല്ലോ സ്വർഗത്തിൻ്റെ താക്കോൽ. പ്രാർത്ഥന സ്വർഗത്തിൻ്റെ താക്കോൽ എന്ന് വിശുദ്ധന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. സ്വർഗം തുറക്കാനുള്ള താക്കോല് തന്നിട്ടുണ്ട്, പക്ഷെ താക്കോല് നാം ഉപയോഗിക്കുന്നില്ല. നമുക്ക് ധാരാളം നിക്ഷേപം കരുതി വച്ചിരിക്കുന്ന ആ ഒരു അലമാരിയുണ്ട്, അല്ലെങ്കിൽ ഒരു കലവറയുണ്ട്. താക്കോല് കയ്യിലുണ്ട്. പിൻഗാമികൾ എന്താണ്? തുറക്കാതെ കിടന്ന് പട്ടിണി കിടക്കുകയാണ്. പഴി പറഞ്ഞ് പട്ടിണി കിടക്കുകയാണ്. അതുകൊണ്ടെന്താണ്? ഈ താക്കോല് കൊണ്ട് സ്വർഗം തുറക്കണം. അതാണ് ഈ മാർഗം നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവർ, എന്താണ് ഈ യോഹന്നാൻ, ബാക്കിയുള്ളവരെല്ലാം ഇതുപോലെ ക്രൂരമായ മരണത്തിന് വിധേയനായി യോഹന്നാനിൻ്റെ രക്തസാക്ഷിയായി തന്നെ നമുക്ക് പറയാം. അവനെ യോഹന്നാൻ ശ്ലീഹായെ ആദ്യം എണ്ണയിലിട്ട് വറുത്തതാണ്, തിരിച്ചു മറിച്ചു വിട്ടിട്ട് മരിക്കാതിരുന്നപ്പോഴാണ് ഇവിടേക്ക് അയച്ചത്, പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തിയത്, പ്രിസൺ ഐലൻഡ്. അത് വല്ലാത്ത ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ അനുഭവമാണ് നൽകുക. ആരുമില്ല, മനുഷ്യൻ്റെ സ്വരമില്ല, മനുഷ്യൻ്റെ രൂപമില്ല, ആശ്രയിക്കാൻ ആരുമില്ല, സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ല. അപ്പോൾ എന്തു ചെയ്തു അദ്ദേഹത്തിന് അറിയായിരുന്നു, പരിശുദ്ധ അമ്മയോടൊപ്പം അവസാന വർഷങ്ങൾ കഴിഞ്ഞയാളാണ് യോഹന്നാൻ ശ്ലീഹ. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹായ്ക്ക് അറിയായിരുന്നു സ്വർഗം എങ്ങനെയാണ് തുറക്കേണ്ടതെന്ന്. അതുകൊണ്ട് സ്വർഗം തുറന്നു. അതാണ് നമ്മൾ വിചാരിക്കും, ഇവിടെ ഇത്രയും ആളുകളുണ്ട്, ചിലപ്പോൾ വലിയ ആൾക്കൂട്ടങ്ങളുണ്ടാവും. ഈ ആൾക്കൂട്ടങ്ങൾ സ്വന്തക്കാരും ബന്ധക്കാരും അധികാരികളും കായികമായ ശക്തിയുള്ളവരും ഒക്കെ, ഈ ലോകത്തിൻ്റെ സമ്പത്തുള്ളവരുമൊക്കെ നമ്മൾ വിചാരിക്കും ഒരു ബലം നൽകുമെന്ന് വിചാരിക്കും. എന്നാൽ സ്വർഗം തുറന്നു കണ്ടാൽ പിന്നെ ഇതൊക്കെ എന്താണ്? ഇത് എത്രമാത്രം വിലയില്ലാത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. സ്വർഗം കാണാത്തത് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഈ വീടാണ് പ്രധാനം, ഈ വേഷമാണ് പ്രധാനം, ഈ ആഭരണമാണ് പ്രധാനം, ഈ ചായമാണ് പ്രധാനം, ഈ ആൾക്കൂട്ടമാണ് പ്രധാനം, ഈ ഭക്ഷണമാണ് പ്രധാനം, ഈ ജഡത്തിൻ്റെ സുഖങ്ങളാണ് പ്രധാനം എന്ന് വിചാരിക്കുന്നത് സ്വർഗത്തിൻ്റെ ഒരു ദർശനം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് ഈ പ്രാർത്ഥനാനുഭവത്തിലൂടെ സ്വർഗം തുറന്നു കാണണം. പ്രിയപ്പെട്ടവരെ, സ്വർഗം കണ്ടവർക്ക് മാത്രമേ ഈ ലോകത്തിൻ്റെ മൂല്യം അളക്കാൻ സാധിക്കുള്ളൂ. അതാണ്, ലോകത്തിന് മൂല്യമില്ല എന്നുള്ളതല്ല. ഈ ലോകം ദൈവത്തിൻ്റെ ദാനമാണ്. ഈ പ്രകൃതി ദൈവത്തിൻ്റെ ദാനമാണ്. ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ ദാനമാണ്. അതിനപ്പുറത്ത് ഇതൊന്നും സ്വർഗത്തിന് പകരമാകുന്നില്ല. ദൈവത്തിൻ്റെ ദാനമായി സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഇതെല്ലാം ഒരു കൃപയായി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് എന്ന് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. സ്വർഗം കണ്ടവർക്ക് ആ കണ്ണിനൊരു തിളക്കമുണ്ട്, ആ കണ്ണിനൊരു ആഴമുണ്ട്, അത് കണ്ടവരുടെ മുഖത്തൊരു പ്രസാദമുണ്ട്. അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ ആഴപ്പെട്ടവരുടെ മുഖം ഇതുപോലെ തേജസ്സുള്ളതായി തീരുന്നത് എന്ന് നമുക്കറിയാം. ഭക്ഷണം കഴിക്കാതെ 10, 50, 60 ദിവസം കിടന്നിട്ട് മരണാസന്നരാകുന്ന നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരുടെയും ഒക്കെ മുഖത്ത് അവർ മരണസമയത്തും മരിച്ചു കഴിയുമ്പോഴും എന്തൊരു തേജസ്സാണ് നാം കണ്ടെത്തുന്നത്. ഈ ഭക്ഷണവും പാനീയവും ഈ ലോകത്തിൻ്റെതായ ഈ മാർഗങ്ങളുമല്ല നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കുന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ്. സ്വർഗം കണ്ട കണ്ണാവണം നമ്മുടെ കണ്ണ്. ആ
ആ കണ്ണുകൊണ്ടാണ് മറ്റുള്ളവരെ നാം കാണേണ്ടത്. ആ കണ്ണുകൊണ്ടാണ് എന്നെ ഞാൻ കാണേണ്ടത്. ആ കണ്ണുകൊണ്ടാണ് ഈ ഭൗതികമായ വസ്തുക്കളെ നാം കാണേണ്ടത്. ഇപ്പൊ സ്വർഗത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ലോകത്തെ ഞാൻ വ്യാഖ്യാനിക്കേണ്ടത്. അതാണ് പ്രാർത്ഥനാനുഭവത്തിൽ ആഴപ്പെടുന്ന ഓരോ വ്യക്തിക്കും, പ്രിയപ്പെട്ടവരെ, അതാണ് സാധിക്കുന്നത്. അതുപോലെ സ്വർഗത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ നമ്മൾ ചിലർ വിചാരിക്കും ചിലരുടെ സ്വരം നമ്മളെ വല്ലാതെ അങ്ങ്, ഒത്തിരി റിലേറ്റീവാണ്. ചിലരുടെ സ്വരം ചിലരെ അങ്ങ് വല്ലാതെ ലഹരി പിടിപ്പിക്കും. അതെ, സ്വർഗത്തിൻ്റെ സ്വരം ശ്രവിക്കാത്തത് കൊണ്ടാണ് ഈ ലോകത്തിൻ്റെ ആരവങ്ങളിലും, ഈ ലോകത്തിൻ്റെ താളങ്ങളിലും, ഈ ലോകത്തിൻ്റെ കൗതുകങ്ങളിലും നാം കുടുങ്ങിപ്പോകാൻ ഇടയായിത്തീരുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വർഗത്തിൻ്റെ സ്വരം മാലാഖമാരുടെ സ്വരമാണ്, പിതൃപുത്ര പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണ്. അത് വളരെ താളാത്മകമായ സ്വരമാണ്. ആ സ്വരം നമ്മെ വിശുദ്ധീകരിക്കുന്നതാണ്. ആ സ്വരം നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ്. ആ സ്വരം നമ്മെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നതാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ സ്വരത്തിന് മധ്യേ സ്വർഗത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ലോകം കണ്ട് ഈ ലോകത്തിൻ്റെ മായാമോഹങ്ങൾ കൊണ്ട് എൻ്റെ കണ്ണും എൻ്റെ മനസ്സും നിറഞ്ഞിരിക്കുമ്പോൾ ദൈവദൂതനെ പോലും തിരിച്ചറിയാൻ സാധിക്കില്ല. പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അമ്മയ്ക്ക് ദൈവദൂതനെ തിരിച്ചറിയാൻ സാധിച്ചു. ഇന്നിപ്പം നമ്മൾ നോക്കുമ്പോൾ ഏതാണ് ദൈവദൂതൻ എന്ന് നമുക്ക് സംശയം തോന്നും. ദൈവത്തിൻ്റെ ദൂതെന്താണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. ദൂത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് ഇതിന് മധ്യേ സ്വർഗം തുറപ്പിക്കപ്പെടുന്ന ആ ഒരവസ്ഥയിലാണ് സ്വർഗത്തിൻ്റെ ദൂതും സ്വർഗത്തിൻ്റെ ശക്തിയും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത്. പിതൃപുത്ര അനുഭവം ഉണ്ടാവുക. ദൈവം എൻ്റെ പിതാവ്. അപ്പോൾ നമ്മളെല്ലാം സഹോദരങ്ങൾ. അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ ആഴപ്പെടുന്നവരിൽ ഞാൻ സൂചിപ്പിച്ചത് ഈ യേശുക്രിസ്തു സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ യോഹന്നാൻ ഈ സ്നേഹത്തിലാണ് ജീവിച്ചത് എന്ന്. മറ്റൊരു ക്രിസ്തുവായി തീർന്ന സുവിശേഷം ജീവിച്ചുകൊണ്ട് ക്രിസ്തുവായി തീർന്ന ഫ്രാൻസിസ് അസീസി സ്നേഹമെന്നുള്ള ഒന്നിൽ മാത്രമാണ് ഈ ലോകത്തെ മുഴുവനും പ്രപഞ്ചത്തെ മുഴുവനും വ്യാഖ്യാനിച്ചത്. സ്നേഹത്തിൻ്റെ ആ ഒരു താളാത്മകതയിലാണ് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയത്, ആത്മീയതയെ ചിട്ടപ്പെടുത്തിയത് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ദൈവപ്രസാദം പ്രാപിച്ചവരായി നാം ജീവിക്കുന്നത് യേശു ക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ ഈ പ്രാർത്ഥനയിൽ ആഴപ്പെടുന്നവരോടാണ്. നമുക്കൊന്നും കിട്ടാത്തവരല്ല. എത്രമാത്രം പ്രാർത്ഥിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എന്നല്ല, മറിച്ച് നാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ സ്വർഗം തുറന്നിട്ടുണ്ട്, സ്വർഗത്തിൻ്റെ സ്വരമുണ്ടായിട്ടുണ്ട്, സ്വർഗത്തിൻ്റെ പ്രതിനിധികൾ ഇറങ്ങി വന്നിട്ടുണ്ട്, പ്രതിപുത്ര അനുഭവത്തിൽ ആഴപ്പെട്ടിട്ടുണ്ട്, ദൈവപ്രസാദം നാം പ്രാപിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് യേശുക്രിസ്തു ശക്തി പ്രാപിച്ചത്. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിൻ്റെ നമുക്കെല്ലാം പരിചയമുള്ളതാണ്. ഇങ്ങനെ ഞാൻ സൂചിപ്പിക്കുന്നത് മർക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ, 35 മുതൽ ഉള്ള വാക്യങ്ങൾ. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു. കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവൻ പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണത്തിലേക്കും പോകാം, അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ യേശു അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കാൻ പോയി. യേശുവിൻ്റെ ജീവിതം മുഴുവനും നമുക്കറിയാമല്ലോ. രാത്രി പ്രാർത്ഥിച്ചു, പകൽ പ്രാർത്ഥിച്ചു, അധ്വാനത്തിനിടയിൽ പ്രാർത്ഥിച്ചു. മറ്റുള്ളവർ പിടിച്ച് രാജാവാക്കാൻ വന്നപ്പോൾ അവൻ പോയി മലയിലേക്ക്, അവൻ ഏകാന്തതയിൽ പോയി പ്രാർത്ഥിച്ചു. എപ്പോഴും അദ്ദേഹം പ്രാർത്ഥനയിൽ നിന്നും പ്രവർത്തനത്തിലേക്കും കർമ്മത്തിൽ ഈ കർമ്മം തന്നെ ഒരു പ്രാർത്ഥനയായി. അതാണ് ഓരോ പ്രവർത്തനം. അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിച്ചു. രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. എല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. അതിരാവിലെ ഉണർന്ന് അവൻ ഒരു വിജന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. അപ്പോൾ ചിലർ പറയും, എനിക്ക് എവിടെ ഇരുന്നാലും പ്രാർത്ഥിക്കാം, എനിക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയും. യേശു ക്രിസ്തു വിജനസ്ഥലത്തേക്ക് പോയി പ്രാർത്ഥിച്ചു. അത് ഈ പ്രകൃതിയോട് തുറവി പുലർത്തിക്കൊണ്ടാണ്. അതിരാവിലെ, അപ്പോൾ ദിവസത്തിൻ്റെ നല്ല മണിക്കൂർ
ദിവസം ആരംഭിക്കുന്ന ആദ്യ മണിക്കൂർ ഏകാഗ്രമായി പ്രാർത്ഥിക്കുക. കൂട്ടായ്മയുടെ പ്രാർത്ഥനയോടൊപ്പം തന്നെ കൂട്ടായ്മയുടെ ആ പ്രാർത്ഥന, കൂട്ടായ പ്രാർത്ഥനകൾ ഫലം പുറപ്പെടുവിക്കാൻ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ഉണ്ടായാലേ സാധിക്കുള്ളൂ എന്നാണ്. വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടായാലേ സാധിക്കുള്ളൂ. വിജന സ്ഥലത്ത് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അവനെ തേറിപ്പുറപ്പെട്ടു. കണ്ടെത്തിയപ്പോൾ അവൻ പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവൻ പറഞ്ഞു, നമുക്ക് അപ്പോൾ ഇവിടെ അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കാൻ പോയി. അപ്പോൾ ആളുകളൊക്കെ വന്നപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് തയ്യാറായി വന്നപ്പം സമയം കുറച്ച് വൈകി കാണും, കുറേയേറെ പുലർന്ന് കാണും. അപ്പോഴും യേശുവിനെ കാണാതിരിക്കുമ്പോഴാണ് പത്രോസും കൂട്ടുകാരും യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സ്ഥലത്തേക്ക് തന്നെ ചെന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ന് നേരത്തെ അങ്ങ് ഉണർന്നു പോയി, എന്നാ അങ്ങ് പ്രാർത്ഥിച്ചേക്കാം, കൊന്തയിലേക്കാം എന്നുള്ളതല്ല. ഇന്ന് ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് അങ്ങ് പ്രാർത്ഥിച്ചു കളയാം എന്നുള്ളതല്ല. എല്ലാ ദിവസവും അതിരാവിലെ ഉണർന്ന് വളരെ പുലരുന്നത് വരെയും പ്രാർത്ഥിക്കുക എന്നുള്ളത് യേശുവിൻ്റെ ദിനചര്യയുടെ ഭാഗമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് മറ്റെങ്ങും അന്വേഷിക്കാതെ. അല്ലേ പത്രോസ് പറയണ, ഇന്നലെ കൂടെ കിടന്നപ്പോൾ ആളുണ്ടായിരുന്നു, ഇപ്പം കാണുന്നില്ല. നേരം വെളുത്തപ്പോൾ ആളൊക്കെ വന്ന് ഇവിടെ ബഹളം ഉണ്ടാക്കുന്നു, കാണാൻ വേണ്ടി തിളക്കുന്നു. അങ്ങനെ എവിടെ പോയി? ഇതാ ഇനി എൻ്റെ അമ്മായിയമ്മയ്ക്ക് സുഖമില്ലാതെ അവിടെ നിന്ന് പോയായിരുന്നു, ഇനി അവിടെ കാണും പോയതാണോ? ഇനി മറ്റെവിടെയെങ്കിലും പോയതാണോ? ലാസറിൻ്റെ വീട്ടിലെങ്ങാനും പോയതാണോ? നീ ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും അങ്ങോട്ട് പോകും, രണ്ടുപേരും ഇങ്ങോട്ട് പോകും, അങ്ങനെ ഓടുകയല്ല ചെയ്യുന്നത്. യേശുവിൻ്റെ ദിനചര്യയുടെ ഭാഗമാണ് അതിരാവിലെ ഉണർന്ന് വിജന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുക ചെന്ന് പറഞ്ഞു. ഈ ശിഷ്യന്മാർക്കൊരു കൗതുകം എന്ന് പറഞ്ഞാൽ ആൾ കൂടുന്നതും പ്രസംഗിക്കുന്നതും അത്ഭുതം പ്രവർത്തിക്കുന്നതും. അപ്പോൾ അടുത്തങ്ങോട്ട് കയറി നിന്നുകൊണ്ട് കോളറൊക്കെ പിടിച്ചിട്ട് നിൽക്കുമ്പോൾ എന്താണ്? ആരാണ്? ഇതാ പത്രോസ്, യേശുവിൻ്റെ അടുത്ത ശിഷ്യനാണ്. അവൻ എന്താണ്? അന്ത്രയോസ്. ഓരോരുത്തർ പറയും, അവർക്കൊരു ആൾക്കൂട്ടമില്ലാതെ ആരവമില്ലാതെ എന്ത് ഇങ്ങനെ നടന്നിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് ആളുകളെ കാണുമ്പോൾ ഇവർക്ക് വലിയൊരു ഉത്സാഹമാണ്. അതുകൊണ്ട് ഓടിച്ചെന്ന് പറഞ്ഞു, ദാ ആളുകൾ വന്ന് കാത്തിരിക്കും. അപ്പോൾ യേശു പറയുകയാണ്, നമുക്കിനി അടുത്ത പട്ടണത്തിലേക്ക് പോകാവും. എന്നാൽ അവിടെ വന്ന് ഒരു ചെറിയ പ്രസംഗം പറഞ്ഞ് 2 അത്ഭുതം പ്രവർത്തിച്ച് പോയാൽ അത്രയായില്ലേ നമ്മൾ വിചാരിക്കുക. എന്നാൽ അല്ലെ തലേ ദിവസം കിടക്കുന്നതിന് മുമ്പ് പറയാമായിരുന്നു, ഉറങ്ങുന്നതിന് മുമ്പ് പറയാമായിരുന്നു, അടുത്ത് കിടക്കുന്ന ഒരാളോടെങ്കിലും പറയാമായിരുന്നു, ഒരു കാര്യം ചെയ്യണം യോഹന്നാൻ, ഒരു കാര്യം ചെയ്യണം, ഞാൻ ഇന്ന് രാവിലെ പോയി പ്രാർത്ഥിച്ച് വരുമ്പോഴേക്കെല്ലാം തയ്യാറായിരിക്കണം, അടുത്ത പട്ടണത്തിലേക്ക് പോകണം, ആരെങ്കിലും വരുന്നെങ്കിൽ പറഞ്ഞു വിട്ടേക്കണം. പറഞ്ഞില്ല. കാരണം എന്താണ്? അപ്പോൾ തീരുമാനിച്ചിരുന്നില്ല. പിതാവുമായുള്ള ആ ഒരു ബന്ധത്തിലും സംസർഗത്തിലുമാണ്, അവിടുന്ന് ആലോചനയിലുമാണ് അവിടുന്ന് തൻ്റെ ദിനചര്യകൾ പോലും തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അവിടെ പിന്നെ വിട്ടുവീഴ്ചയല്ലേ. ഏതായാലും ഇവർ ഇത്രയും ഓടി വന്നതല്ലേ, കുറേ ആളുകൾ വന്നതല്ലേ, എന്നാൽ പോയി അവിടെ ഒന്ന് കുറേ നേരം പ്രസംഗിച്ചിട്ട് പൊക്കളയാമെന്നുള്ളതല്ല. ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെട്ടു കഴിഞ്ഞാൽ അത് നിറവേറ്റുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഹിതം നമുക്ക് ലഭിക്കുന്നത് ഈ പ്രാർത്ഥനയുടെ ആ ഒരു പശ്ചാത്തലത്തിലാണ്. അത് വെളിപ്പെട്ടു കഴിഞ്ഞാൽ അതിന് പകരമായി വേറൊന്ന് തേടിപ്പോകുക എന്നുള്ളത്, അതിന് പകരം അതിൽ വെള്ളം ചേർക്കുക എന്നുള്ളത് ഇല്ല. ലൂക്കോസിന് സുവിശേഷം 6-ാം അധ്യായത്തിൽ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന കാര്യം പ്രധാനപ്പെട്ട തീരുമാനമാണ്. നമ്മൾ പക്ഷെ വിചാരിച്ചേക്കാം യേശു ഇത്രയൊക്കെ ആലോചിച്ച് തീരുമാനിച്ചിട്ടും ഈ 12 പേര് എങ്ങനെ ഇരിക്കുന്ന ഓരോ കക്ഷികളെന്ന് പേര് വിളിച്ചു കഴിയുമ്പോഴാണ്, ലിസ്റ്റ് വായിച്ചു കഴിയുമ്പോഴാണ്. ആ ദിവസങ്ങളിൽ അവൻ 6-ാം അധ്യായം 12 മുതൽ വാക്യങ്ങൾ, ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പോസ്തലന്മാരെന്ന് പേര് നൽകി. അവർ എന്നൊരു ലിസ്റ്റ് അങ്ങ് വായിക്കുകയാണ്. ഈ 12 പേരെ തിരഞ്ഞെടുക്കാൻ യേശു ഒരു രാത്രി മുഴുവൻ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ 1 മണിക്കൂർ വീതം ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഇങ്ങനെ സൂക്ഷ്മതയോടെ തിരഞ്ഞെടുത്തിട്ട് ഒരു പക്ഷേ നമുക്ക് തോന്നുന്ന കളകളുണ്ടായല്ലോ എന്ന് വിചാരിക്കാം.
അപ്പോൾ യേശു പ്രാർത്ഥനയിലാണ് ലിസ്റ്റ് തയ്യാറാക്കിയത്. ഈ പ്രാർത്ഥനയിലാണ് വിളി ലഭിച്ചു എന്ന് വിചാരിച്ച് ആ വിളിക്ക് അനുയോജ്യമായി ജീവിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഫലമുണ്ടാവണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മുടെ ജീവിതത്തെ നാം ബലപ്പെടുത്തേണ്ടത്. നമ്മൾ കരസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ എന്താണ്? കാരിസം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ സന്ദേശങ്ങൾ എടുക്കുന്നത്. ഓരോരുത്തരുടെ രോഗത്തിൻ്റെ കാര്യവും ഭാവി കാര്യമല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്. നമ്മളെന്താണ്? നമുക്ക് പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ എന്നുള്ള സഭ യഥാർത്ഥത്തിൽ സഭയെ പണിതുയർത്തുന്നത് ഈ കാരിസം ഉപയോഗിച്ചാണ്. പരിശുദ്ധാത്മാവാണ് പണിയുന്നത്. വരങ്ങളും ദാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് സഭയെ പണിയേണ്ടത്. അതുകൊണ്ടെന്താണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം നമുക്ക് പ്രാപിക്കാൻ സാധിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമില്ലാതെ സാധിക്കില്ല. പൗലോസ് തന്നെ പറയുന്നുണ്ട്, 8-ാം അധ്യായം, റോമക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വചനം, വേണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയില്ല, എന്നാൽ എന്നിൽ കുടികൊള്ളുന്ന പരിശുദ്ധാത്മാവ് അവാച്യമായ നെടുവീർപ്പുകളാൽ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ നിർജീവമായി പോകുന്നതിൻ്റെ അടിസ്ഥാന കാരണം നാം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും ഉപയോഗിക്കുന്നില്ല, വരങ്ങൾ ഉപയോഗിച്ച് നാം പണിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നാം സ്വീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല. അതാണ്. നമുക്ക് മറ്റ് കാരണങ്ങളൊന്നും നാം തേടിപ്പോകേണ്ടതില്ല. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നാം നേടണം. അതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നാം നേടണം. ജ്ഞാനവും ബുദ്ധിയും അറിവും ആലോചനയും വിവേകവും ദൈവഭയവും ദൈവഭക്തിയും. അപ്പോൾ ഇത് നമ്മൾ ആർജിക്കേണ്ടതുണ്ട്. വരങ്ങൾ നമ്മൾ ആരംഭിക്കേണ്ടത് അത് വിശ്വാസത്തിൻ്റെ വരവും പ്രാർത്ഥനയുടെ വരവും പ്രഘോഷണത്തിൻ്റെ വരവും പ്രബോധനത്തിൻ്റെ വരവും ഇങ്ങനെ ഈ രോഗശാന്തി വരവും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാനുള്ള വരവും. അപ്പം അത് നമുക്ക് ഈ വരങ്ങളൊക്കെ ചോദിച്ചു വാങ്ങണം. അതാണ്. ഈ വരങ്ങളൊക്കെ ചോദിച്ചു വാങ്ങണം. നമുക്കുള്ള വരങ്ങൾ നാം തിരിച്ചറിയണം. ആ വരങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നാം മുന്നോട്ട് പോകണം. അപ്പോൾ ഇവിടെ ഈ വരദാനങ്ങൾ നമ്മെ കൂടുതൽ എളിമപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കണം. നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ എല്ലാവർക്കും ഒരേ വരമല്ല. ചിലർക്ക് പ്രബോധന വരമായിരിക്കും, ചിലർക്ക് പ്രഘോഷണത്തിൻ്റെ വരമാകും, പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള വരമായിരിക്കും, ചിലപ്പോൾ എന്താണ് അത്ഭുതം പ്രവർത്തിക്കാനുള്ള വരമാകും. ഓരോരുത്തർക്കും വ്യത്യസ്തമായ വരങ്ങളാണ്. മനോഹരമായ പൂന്തോട്ടത്തിൽ വ്യത്യസ്തമായ പുഷ്പങ്ങൾ വിരിയുന്ന ചെടികളുള്ളതുപോലെ നാം പരസ്പരം എന്താണ്, അവൾ എന്ത് വലിയ പ്രഘോഷക, അവൻ വലിയ പ്രഘോഷകൻ, അവൻ വലിയ കാഴ്ചപ്പ, അവൻ വലിയ ദർശനം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടിരുന്നാൽ എന്താണ്, ഇത് കൂട്ടായ്മയെ വളർത്താൻ വേണ്ടി ദൈവം ഓരോരുത്തർക്കായി നൽകുന്നതാണ്. നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്ന വരങ്ങൾ നാം തിരിച്ചറിയുകയും ആ വരങ്ങൾ നാം പോഷിപ്പിക്കുകയും ചെയ്യണം. കൂദാശ ജീവിതത്തിലൂടെയും കൂട്ടായ്മ അനുഭവത്തിലൂടെയും വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയും വചന വായനയിലൂടെയും ജപമാല പ്രാർത്ഥനയിലൂടെയും എല്ലാം നമ്മുടെ എന്താണ് നമ്മളിലുള്ള ഈ ആത്മീയ അനുഭവത്തെ നാം വളർത്തിയെടുക്കണം, നമ്മളെ ജ്വലിപ്പിച്ചെടുക്കണം. അതാണ് ഇപ്പോൾ ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവനും പ്രാർത്ഥനയായിരുന്നു എന്ന്. 12-ാമത്തെ വയസ്സിൽ അവർ ദേവാലയത്തിലിരിക്കുമ്പോൾ എന്താണ്, പിതാവുമായുള്ളൊരു ബന്ധം. അതാണ്. എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ ഞാൻ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താണ്, അവിടെ 3 ദിവസം 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം ആ പിതാവുമായുള്ള ബന്ധം പുലർത്തിയത് കൊണ്ടാണ്. സിനഗോഗിൽ പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്ന ആ തിരുവചന ഭാഗം പതിവ് പോലെ അവൻ അബദ്ധത്തിൽ വായിക്കാൻ വേണ്ടി മാത്രം പോയതല്ല, പതിവ് പോലെ അവൻ സിനഗോഗിലേക്ക് പോയി. അതാണ്. അവൻ എഴുന്നേറ്റ് നിന്നു. ഏശയ്യായുടെ പുസ്തകം നൽകപ്പെട്ടു. സമയത്തിൻ്റെ പൂർത്തീകരണത്തിലാണ് അവനെപ്പറ്റിയുള്ള ഈ പ്രവചന ഭാഗം വായിച്ചതും ഇത് എന്നിൽ പൂർത്തിയായിരിക്കുന്നു, ഈ തിരുവെഴുത്തുകൾ നിറവേറിയിരിക്കുന്നു വായിച്ചതും. അപ്പോൾ ഇവിടെ ഈ യേശുക്രിസ്തുവിൻ്റെ നമ്മൾ വിചാരിക്കാം, യേശുക്രിസ്തു നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ യഹൂദ മതത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ പാലിച്ചുകൊണ്ടാണ് യേശു നിന്നത്. നമ്മളുടെ കൂട്ടായ്മകളിൽ പരിമിതികൾ ഉണ്ടാവാം, പക്ഷേ എന്താണ്,
സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് സഭയെ നവീകരിക്കേണ്ടത്. മാറി നിന്നുകൊണ്ട് വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടല്ല. എന്തെങ്കിലും പരിമിതികളോ കുറവുകളോ ഉണ്ടെങ്കിൽ നാം എന്താണ്? ഉള്ളിൽ നിന്നുകൊണ്ടാണ്. യേശു പോലും യഹൂദ മതത്തെ അതിൻ്റെ ജീർണതകളെയാണ് വിമർശിച്ചത്. ജീർണതകളെയാണ്. ജീവിതവും പ്രഘോഷണവും തമ്മിൽ, അവരുടെ നിയമങ്ങളും തമ്മിൽ യാതൊരു ബന്ധമില്ലാതെ വന്നപ്പോഴാണ് വിമർശിച്ചത്. പക്ഷേ അവിടെ പതിവ് പോലെ മാതാപിതാക്കളോടൊപ്പം യെരൂശലേം ദേവാലയത്തിൽ പോകുന്നുണ്ട്. പതിവ് പോലെ അവൻ സിനഗോഗിലെത്തുന്നുണ്ട്. ആ പതിവുകളും പാരമ്പര്യങ്ങളും പുലർത്തിക്കൊണ്ടാണ് പോയത്. അതിൻ്റെ ബാഹ്യമാത്രമായി പോയ, ആത്മീയത ചോർന്നു പോയ ആ ഒരു ആത്മീയതയെ പോഷിപ്പിക്കാനും പൂർത്തിയാക്കേണ്ടിയിരുന്ന ഒരാത്മീയതയെ പൂർത്തിയാക്കാനുമാണ്. എല്ലാം പൂർത്തിയാക്കാൻ, നിയമങ്ങൾ പൂർത്തിയാക്കാൻ, വചനം പൂർത്തിയാക്കാൻ, ആരാധന പൂർത്തിയാക്കാൻ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു. അതുപോലെ ഇപ്പം പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക, യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയെല്ലാം പ്രായശ്ചിത്തവും സഹനവുമായി ചേർത്ത് വെച്ചുകൊണ്ടായിരുന്നു. മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ചുകൊണ്ടാണ്, അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പരസ്യജീവിതം ആരംഭിച്ച് തൻ്റെ ദൈവരാജ്യശുശ്രൂഷയിൽ ആയുധങ്ങൾ അണിഞ്ഞത് എന്ന്. ആയുധപ്പുരയായി അത് മാറി എന്നുള്ളതാണ്. 40 നിരരാത്രങ്ങൾ ഉപവസിച്ചു. എല്ലാ വലിയ കാര്യങ്ങൾക്കും ഇതുപോലെ പ്രാർത്ഥനയുടെ, ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പിൻബലം വേണം. പ്രായശ്ചിത്തം അനുഷ്ഠിക്കണം. നോമ്പനുഷ്ഠാനങ്ങൾ വിട്ടുകളയാൻ പാടില്ല. യേശുക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ മുഹൂർത്തങ്ങളെ പ്രാർത്ഥനയുടെ മുഹൂർത്തങ്ങളാക്കി മാറ്റി. സഹനം വർദ്ധിക്കും തോറും പ്രാർത്ഥന ആഴപ്പെടുത്തി. അതാണ് അവസാനം സഹനം വർദ്ധിച്ചു 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 വർദ്ധിച്ച് രക്തധമനികൾ പൊട്ടി രക്തം ഒഴുകി വീണു. അപ്പോൾ പ്രാർത്ഥന തീവ്രമാക്കി എന്ന് മാത്രമല്ല, ഈ സഹനത്തെ ഈ പ്രാർത്ഥനയാകുന്ന അഗ്നിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ ഈ പ്രാർത്ഥനയെ ജ്വലിപ്പിക്കുന്ന ഇന്ധനമാക്കി മാറ്റി. അതാണ് നമ്മുടെ വ്യക്തിപരമായ സഹനങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ആഴപ്പെടുത്താനും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ കൂടുതൽ ഫലദായകമാക്കാനും വേണ്ടി ദൈവം തന്നിരിക്കുന്ന, നമ്മെ ജ്വലിപ്പിക്കുന്ന ആ ഇന്ധനമാണ് സഹനമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹനത്തിൻ്റെ മുഹൂർത്തങ്ങളെ, സഹനത്തിൻ്റെ അനുഭവങ്ങളെ പ്രാർത്ഥനയുടെ ആ ഒരു പ്രാർത്ഥന തീവ്രമാക്കുന്നതിനുള്ള മണിക്കൂറുകളാക്കി, അനുഭവങ്ങളാക്കി രൂപാന്തരപ്പെടുത്തണം എന്നുള്ളതാണ് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നത്. യേശുവിൻ്റെ പുരോഹിത പ്രാർത്ഥന നമുക്കറിയാം. 17-ാം അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ശിഷ്യന്മാരിലൂടെ ഇനിയും പിന്നീട് ശിഷ്യന്മാരാകാൻ പോകുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോഴും യേശുക്രിസ്തുവിന് നൊമ്പരം ആ യൂദാസിനെ പറ്റിയുള്ള, നഷ്ടപ്പെട്ടു പോകുന്നവനെ പറ്റിയുള്ള നൊമ്പരം ആ പ്രാർത്ഥനയുടെ മുഹൂർത്തത്തിൽ വെളിപ്പെട്ട് കിട്ടിയതാണ്. അതൊരു നൊമ്പരമായി അവശേഷിക്കുന്നു. എല്ലാ പ്രാർത്ഥന കൊണ്ട് നാം വിചാരിക്കുന്നതെല്ലാം അതുപോലെ നടക്കണമെന്നുള്ളതല്ല, മറിച്ച് എന്താണ്? പക്ഷേ അപ്പോഴും നാം കണ്ണുനീര് വീഴ്ത്തി നമ്മളുടെ പ്രാർത്ഥനയെ ജ്വലിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഇതെല്ലാം ഫലദായകമാക്കി തീർക്കാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ഓർമ്മിക്കാം, നമുക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയെ ആഴപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ കൂട്ടായ പ്രാർത്ഥന ഗ്രൂപ്പുകൾ ബലപ്പെടുത്തിക്കൊണ്ട് സഭാ ശുശ്രൂഷയിൽ പങ്കാളികളായി അനുഗ്രഹീതരായി തീരാം. നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകിച്ചും അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രകൃതിക്ഷോഭമുണ്ടായി, ഇനിയും ഒരുപക്ഷേ പാവം വർദ്ധിക്കുക. പാവം നമ്മൾ ഈ പെയ്തിറങ്ങിയ മഴയേക്കാൾ കൂടുതൽ നിഷ്കളങ്ക രക്തം ഈ മണ്ണിൽ വീണിട്ടുണ്ട്, നിഷ്കളങ്കയുടെ കണ്ണുനീര് വീണിട്ടുണ്ട്. ഈ മണ്ണിനെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം നമ്മെ തൊട്ടുണർത്തിയതാണ് എന്നുള്ള ബോധത്തോടു കൂടി നാം കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഈ മണ്ണിനെ കൂടുതൽ വിശുദ്ധീകരിക്കാൻ വേണ്ടി കൂട്ടായ്മയായി പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ സഭ, യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭയും ഇതുപോലെ പല രീതിയിൽ പീഡനങ്ങൾക്ക് വിധേയമായി സഭയുടെ ഉള്ളിൽ നിന്നും സഭയുടെ പുറത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ആക്രമണങ്ങൾ യേശുക്രിസ്തു അന്നു മുതൽ ഇന്ന് വരെയും പീഡയേറ്റുകൊണ്ടിരിക്കുന്നു എന്ന്, സഭാ ശരീരത്തിലൂടെ യേശു പീഡയേറ്റുകൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവം വർദ്ധിപ്പിക്കാനല്ല, ഈ സഭയെ കൂടുതൽ സാക്ഷ്യപൂർണ്ണമാക്കി തീർക്കാനും സഭയെ കൂടുതൽ വിശുദ്ധീകരിക്കാനും
നമ്മളുടെ കണ്ണുനീര് വീഴ്ത്താം, നമ്മുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന ബലപ്പെടുത്താം. നമ്മുടെ പ്രാർത്ഥന ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടമെന്ന് ഓർത്തുകൊണ്ട് സഭാത്മകമായ ഒരു ആത്മീയതയിൽ ബലപ്പെടുത്തി ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കാളികളായി നമുക്ക് അനുഗ്രഹീതരായി തീരാം.